അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചിക്കൻ കറി വെക്കാൻ പോവാണ്. ചിക്കൻ കറി വെക്കാൻ ഇപ്പോൾ വേണ്ട എല്ലാ സാധനവും എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകും. അപ്പം അമ്മ ചിക്കൻ കറി പിന്നെ രണ്ട് ഇതേ വറുക്കുന്നുള്ളു. അതിനുള്ള ഇത് ഇവിടെ പെരട്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈക്കുള്ളത് ഇവിടെ പെരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് മാഗ്നേറ്റ് ചെയ്യാനല്ലേ ഒന്ന് ഇനി ഫ്രിഡ്ജിൽ കുറച്ചേരം ഫ്രിഡ്ജിൽ വെക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എടുത്ത് വറുക്കുള്ളൂ. അപ്പോൾ അതെ 2 ചിക്കൻ ലെഗ് പീസ് എടുത്ത് വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം അപ്പോൾ ഇപ്പം കാണാം അമ്മ റെഡി. അപ്പോൾ ഇതാ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ എന്തൊക്കെ സാധനമാണ് കത്തിച്ചിട്ട് പറയാം ഷെഫ് അമ്മ. ഇത് ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് തക്കാളി, ഇത് എന്താണ് അല്ല ഇത് മുളക് പൊടി, മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളകും സവാള, വേപ്പില ഞങ്ങളുടെ വീട്ടിലെ വേപ്പില, ഇത് സ്വന്തം ഞങ്ങളുടെ കൃഷി വേപ്പില. ചിക്കൻ കൂട്ടൻ റെഡി. ഓക്കെ, എപ്പോഴും നമ്മൾ വറുത്താണ് കറി വെക്കണത് വെക്കണത്. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെ ഹെൽത്ത് ரொம்ப മോശം. അത് കാരണം ഞങ്ങൾ വറുക്കാണ്ട് കറി വെക്കുകയാണ്. ഹെൽത്തി ആയിട്ട് കറി വെച്ച് കഴിക്കാൻ ഓർത്തു. അപ്പോൾ അതാ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് എണ്ണയല്ലേ, വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതാ അതിലേക്ക് സവാളയും പച്ചമുളകും അമ്മ ഇടുകയാണ്. ഇത് തെറിക്കും ഭയങ്കരമായിട്ട്. സവാളയും പച്ചമുളകും അമ്മ ഇടുകയാണ്. ഇത് വഴന്നു തന്നെ അല്ലേ, നല്ലോണം ഇതൊന്ന് വഴന്നു തന്നെ. ഇതാ അതിലേക്ക് അമ്മ വേപ്പില ഇടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ വേപ്പിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ഇടാം അല്ലേ അമ്മേ. നിങ്ങൾക്ക് എത്ര ഇടണമെങ്കിലും നിങ്ങൾ ഇട്ടോ, ഹെൽത്തി ആയിരിക്കും. എന്നാലും അധികമായ അമൃതം വിഷം. എല്ലാ ആവശ്യത്തിനും ഇടുക. അത് നല്ലോണം വഴറ്റണം കേട്ടോ. ഇത് വഴന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അമ്മ ചിക്കൻ കറി വെക്കാനുള്ള ഇതൊക്കെ പോട്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അമ്മ ചിക്കൻ എടുത്ത് വെക്കുകയാണ്. എന്താ ചിക്കൻ ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അമ്മ ഇപ്പോൾ സവാളയും ഇതിട്ടിട്ടില്ലേ, അത് വേഗം വഴലാൻ വേണ്ടി അമ്മ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി എന്തിനാ വേഗം മുരിയാൻ വേണ്ടി കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുറേ ടൈം കൊടുക്കും. അപ്പം അത് ഇട്ടമ്മ ഇളക്കണമെന്ന് അത് മാത്രം വേണ്ട, അതപ്പോൾ തരില്ല. അങ്ങനെയാണ് അമ്മ തിന്നിട്ട് അമ്മ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് തിന്ന് നോക്കാം. മുടി വീഴരുത്, തിന്ന് നോക്കാം. കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇല്ല വന്നതാണിപ്പം. ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് അമ്മ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വന്നപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇത് വാടില്ല അല്ലേ അമ്മേ. അപ്പൊക്കെ എനിക്കപ്പം ദേഷ്യം വരും. അപ്പം ഞാൻ എല്ലാം ഇടും. എന്നിട്ട് ചിക്കൻ്റെക്ക് ഇട്ടാൽ വെള്ളത്തിൻ്റെ ഒപ്പം കിടന്ന് വേവൂലേ അമ്മേ. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. ക്ഷമയില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാക്കാം. കാരണം ഇതൊക്കെ വാടി വരാൻ എൻ്റെ പിന്നെ കുറേ ടൈം എടുക്കും. അപ്പം ഇതെല്ലാം ഇടുക. അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ചിക്കനും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിടന്നത് വെന്തോളും. അങ്ങനെയും ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒറ്റക്ക് കഴിച്ചിട്ടുണ്ട്.
ഇത് ഒരുവിധം വഴഞ്ഞിട്ടുണ്ട്. ചൂടാക്കി വെച്ചേക്കണ പൊടിയാണ്. ഇതിൽ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയാണ്. ഇത് ചെറുതാക്കി ചൂടാക്കി വെച്ചതാണ്. അതല്ലെങ്കിൽ ഇതിലിട്ടാലേ മൂത്ത് കിട്ടൂല. അല്ലെങ്കിൽ ഇതിട്ടാൽ പെട്ടെന്ന് കരിയുകയും ചെയ്യും. എല്ലാം ഇത് മൂക്കൂല. മൂക്കൂല. അപ്പം അത് മൂപ്പിച്ച് ഇട്ടിട്ടുണ്ട്. മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടാക്കി. ഇതിനൊക്കെ വല്ല അളവുണ്ടാവാ? അതൊക്കെ ചിക്കൻ എന്തോരമാണോ അതനുസരിച്ചൊക്കെ ഉള്ള അളവ് തന്നെ. നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എന്തോരം വേണമെങ്കിലും. ചെറുത് മേടിച്ചിട്ട് ഈ അളവ്. പക്ഷെ മല്ലിപ്പൊടി കൂടി പോയിരുന്നു. മല്ലിപ്പൊടി കൂടി പോയി എന്തോ ഒരു ടേസ്റ്റ് വരും. ചിക്കൻ വലുതാണെങ്കിലും നമ്മൾ പറയുന്ന അളവ് കറക്റ്റ്. മല്ലിപ്പൊടിയൊക്കെ ആവശ്യത്തിന് അതൊക്കെ നിങ്ങൾ നോക്കി. എന്ത് മല്ലിപ്പൊടി അളവ് 2 സ്പൂൺ മുളക് പൊടിക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി. അമ്മ അങ്ങനെ എടുക്കണത്. അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ. ഇതിലേക്ക് അമ്മ തക്കാളി ഇട്ടു. മല്ലിയില ഇടാം. മല്ലിയില ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞങ്ങൾ ഇട്ടില്ല. അമ്മ എന്താണ്ടൊക്കെ അമ്മ വർത്താനം പറഞ്ഞപ്പോൾ എന്തിടാൻ മറന്നുപോയി? മസാലപ്പൊടി, കുറച്ച് മസാലപ്പൊടി. ഇച്ചിരി കൂടുതൽ മസാലപ്പൊടി കൂടുതലൊന്നും ആയിട്ടില്ല. ഇനി ഇടേണ്ടി വരും. അത് പൊടിച്ച് വെച്ച മസാല കൂട്ടാം. അത് മുരിഞ്ഞിട്ടുണ്ട്. ഇതമ്മ ഇവിടെ മുരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇവിടെ വൃത്തിയാക്കി പോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിലിട്ട് ഇടുക, കുഴയ്ക്കുക. ഫ്രിഡ്ജ് തുറക്കണത് അതിന് അവന് പെപ്സി എടുക്കാനാട്ടോ. പെപ്സി അല്ല, മറ്റേ സ്പ്രൈറ്റ് എടുക്കാനാണ്. അതിലൊരു മെലഡി ഉണ്ട്, അതെടുത്ത് കൊടുക്കും. ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്യണം. ഉപ്പ് ആവശ്യത്തിന്. പനി വരൂ കൂട്ടാ. നല്ലോണം മിക്സ് ചെയ്യണുണ്ട്. എല്ലാ ചിക്കനിലും അത് പിടിപ്പിക്കണുണ്ട്. പക്ഷെ ഇതിപ്പോൾ വെള്ളം ഒഴിച്ച് കളയും അല്ലേ? വെള്ളം ഒഴിക്കുമ്പോൾ ഇത് മിക്സി പിടിച്ചൊക്കെ പോകില്ലേ? പിന്നെ അത് ഇത്ര തിളക്കും. ഇത്ര പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം ഒഴിക്കുമ്പോൾ ഇപ്പം അമ്മക്ക് ഞാൻ പഠിപ്പിച്ചു എന്താ. ഇത് കറി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ എടുത്ത് തിന്നായിരുന്നു. പക്ഷേ കറി ആയിട്ടില്ല, പച്ചയാണ്. ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ഇതിലേക്ക് അമ്മ ഒഴിക്കണത് ദാഹശമനി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. അതേ ചുമന്നിരിക്കണണ്ട. തിളപ്പിച്ച വെള്ളം അതാണ്. അതിപ്പോൾ ജീരകമുള്ളതാണെങ്കിലും ഞാൻ ഒഴിക്കും. ആഹാ, നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കളറും ഉണ്ട്. ഇപ്പോഴേ നല്ല മണവും ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. വേണ്ട, ഇതാണ് കറക്റ്റ് കളർ. ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അല്ല, ഇതിന് ചാറ് ഇറങ്ങും കേട്ടോ. ഇതാ കാണാനൊക്കെ നല്ല ചേലുണ്ട്. ഓക്കേ, ഇനി തിളക്കട്ടെ. മടക്കമ്മേ. ഓക്കെ, തീയൊക്കെ കൂട്ടിക്കോ. ഇത് തിളച്ച് കഴിഞ്ഞ എൻ്റെ മോനെ ടേസ്റ്റ് ചെയ്യാൻ ഞാൻ ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇന്ന് നല്ലോണം വേഗട്ടെ. അടച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ മോതിരം കണ്ടോ മോതിരം. അപ്പം ഇപ്പം വെന്തിട്ടുണ്ടല്ലേ അമ്മേ? ഇപ്പം ഇതാ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ ഇറങ്ങി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതൊരാള് ഇപ്പം എടുക്കാം അമ്മ. ഓ മൈ ഗോഡ്. അപ്പം അമ്മ വെന്തിട്ടുണ്ട്. അപ്പം അമ്മ ടേസ്റ്റ് ചെയ്യാൻ തന്നെയാണ്. അപ്പൊ ചിക്കൻ കറി റെഡിയായി. വായിൽ വെള്ളം വരുന്നു. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ തിന്ന് നോക്കട്ടെ. ഭയങ്കര ചൂടും നല്ല കളറും എല്ലാം ഉണ്ട്. പക്ഷെ കളർ പൊടിയൊന്നും ഇട്ടില്ല കേട്ടോ. എന്തോ
എന്തോ നമ്മൾ സ്പൂണാ അതാ മറ്റേതാ ഓ ഇതാ തരൂന്നാ പോടാ തരൂന്ന് ചൂടാണ് കണ്ണാ. ആ ചൂട് വേണ്ട. അപ്പൊ പിന്നെ എങ്ങനെ തന്നെ തണുക്കട്ടെ ഏട്ടാ കണ്ണ തരാം ഏട്ടാ. ആവു ഇതൊന്ന് കഴുകി കൊടുത്തേ. ചൂടാണ് കുഞ്ഞിന്. നല്ല വെള്ളത്തിൽ കഴുകണേ, കുടിവെള്ളത്തിൽ കഴുകുക. അടിപൊളി. അമ്മ പക്ഷെ എന്താ എനിക്ക് എല്ല് മാത്രം തന്നാ. എനിക്ക് എല്ലാവരും ഇഷ്ടമെന്ന് പറഞ്ഞു. കൊള്ളാവോ? എങ്ങനെയുണ്ട്? കൊള്ളാവോ? സൂപ്പർ എന്ന് പറ. സൂപ്പർ പറയൂ. ഇതൊന്നും കാണുന്നുണ്ടാവില്ല അല്ലേ? കണ്ടോ? നിർത്താൻ്റെ പോലെ സ്റ്റവ് നിർത്തണേ കേട്ടോ. അയ്യോ അടിപൊളി കേട്ടോ. ചൂട് കണ്ണ അമ്പളല്ല അടിപൊളി. എരിവല്ലേ? വെച്ച് വെള്ളം കൂടെ വേണ്ട. വെള്ളം പെട്ടെന്ന് തണുപ്പിക്കാനും പറ്റൂല. മോന് കഴിക്കരുത്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. അവന് എരിഞ്ഞു. ഭയങ്കര രസം. ഇപ്പം എല്ലാവരും ഉണ്ടാക്കും. അടിപൊളി ഒരു ടേസ്റ്റ് ഉണ്ട്. അയ്യോ സോറി. നിർപ്പിച്ചുള്ളൂ ചേട്ടാ. അടിപൊളി. പറയൂ. ബാക്കി കൂടി തിന്നണ്ട. മഴ ഒന്ന് മഴ തുണി പോണ പുറത്ത് നല്ല മഴ, അല്ല ചൂട്, അകത്ത് നല്ല ചൂട്.